ഏതായാലും രക്തദാനത്തിന്റെ മറവിൽ നടക്കുന്ന ഈ വലിയ തട്ടിപ്പുകെട്ട വിശദാംശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. സിജോ വി ജോൺ തത്സമയം ചേരുകയാണ്. സിജോ, ഈ രക്തദാനം പലപ്പോഴും പ്രതിഫലിച്ചത് ഇല്ലാതെ നടത്തുന്ന രക്തദാനത്തിന്റെ മറവിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇവരുടെ ഓപ്പറേഷൻ രീതി? നമ്മൾ പല തരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും വിചാരിക്കാത്തതാണ് രക്തം ദാനം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങി തട്ടിപ്പ് നടത്തുക എന്നുള്ളത്. അതായത് ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അത് എത്രത്തോളം അപകടകരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇവരുടെ തട്ടിപ്പ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ രക്തം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജസ് വരും. അതിങ്ങനെ സെർച്ച് ചെയ്തെടുത്ത് അങ്ങനെ കോൺടാക്റ്റുകളിലൂടെ ഇവരെ നമ്പറുകൾ എടുത്ത് ഒന്നെങ്കിൽ ഫോൺ വഴി വിളിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു തട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ, ഇങ്ങനെ പൈസയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഗുരുതരമായ അവസ്ഥയിലായിരിക്കും രോഗികൾ ഉണ്ടാവുക. അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കും ഇത്തരത്തിൽ ഞങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, വരാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇപ്പോൾ O നെഗറ്റീവ് ഒക്കെ ബ്ലഡ് റെയറസ്റ്റ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും ആളുകൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരെ വല്ലാത്ത രീതിയിൽ വിശ്വാസത്തിലെടുക്കും. പിന്നെ വിശ്വാസത്തിലോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബ്ലഡ് നൽകുന്നതിന് ഒരു ഇത്ര തുക എന്നുള്ള ഒരു നേരിട്ട് പറയുമല്ല. അതിന് പകരം ഇവർ പറയുന്നത് ഞങ്ങൾ 10 വരെ കൊണ്ടുവരാം. പക്ഷെ അവർ ജോലി ചെയ്യുന്ന ആളുകളാണ്. അത്തരം ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് ഒരു ദിവസത്തെ പൈസ കൊടുക്കണം. അത് മാത്രമല്ല അവർ കൊണ്ടുവരുന്നതിന് ഇത്ര ചിലവുണ്ട്. അങ്ങനെയാണ് ഒരു എമൗണ്ട് അവർ പറയുക. അങ്ങനെ 10 വരെ കൊണ്ടുവരുന്നതിന് ഇത്ര രൂപ എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള ആളുകൾ ചിന്തിക്കാൻ ശരി അതിന് പണം ആവശ്യമുണ്ടല്ലോ എന്നുള്ളതാണ്. നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ രക്തദാനം ചെയ്യുന്നത്. പണം വാങ്ങി എന്നുള്ളത് നിയമവിരുദ്ധമാണ്. പക്ഷേ ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഈ രോഗികളുടെ ബന്ധുക്കൾ അവർക്ക് പണം നൽകാൻ, ഇത്ര ആവശ്യങ്ങൾക്ക് പണം നൽകാൻ തയ്യാറാവും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പണം വാങ്ങിയതിനു ശേഷം ഇവരുമായി യാതൊരു പിന്നീടൊരു കോൺടാക്റ്റും ഉണ്ടാവില്ല. പിന്നെ ആ ഫോൺ ഓഫ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും. വളരെ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള അത്യാവശ്യമായി ബ്ലഡ് വേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കും ഇത്തരത്തിൽ ആളുകൾ പറ്റിക്കപ്പെടുക. അങ്ങനെയാണ് രോഗിയുടെ ജീവൻ പോലും അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് കാര്യം. എന്തായാലും വലിയ പരാതികൾ ഇതിലുണ്ടാകുന്നില്ല. തട്ടിപ്പ് വ്യാപകമാണ്, ആളുകൾക്ക് വലിയ രീതിയിലുള്ള പണം നഷ്ടമാകുന്നുണ്ട്. പക്ഷേ അവർ പരാതികളായിട്ട് വരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഗുരുതരാവസ്ഥയിലിരിക്കുന്ന രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ പറ്റിക്കപ്പെടുക. അപ്പോൾ നേരിട്ട് പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല ഇത്തരത്തിൽ തട്ടിപ്പ്. അതായിരിക്കും സാഹചര്യം. അതുകൊണ്ട് പരാതികൾ ഉണ്ടാവുന്നില്ല. ഈ പരാതികൾ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഈ തട്ടിപ്പ് കൂടുതൽ പുറത്തേക്ക് അല്ലെങ്കിൽ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒരാൾ തട്ടിപ്പ് നടത്തുന്നയാൾ വീണ്ടും ഇത്തരത്തിൽ തട്ടിപ്പിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ പോലീസ് ഇത് സംബന്ധിച്ച് ശേഖരിക്കുന്നുണ്ട്. ഇതാദ്യമായി ഈ ഒരു വിവരം പുറത്തു നൽകുന്നത് പോലീസ് തന്നെയാണ്. പോലീസിന്റെ പോൾ ബ്ലഡ് എന്ന് പറയുന്ന രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനമുണ്ട്. അവരാണ് ഇത് സംബന്ധിച്ച് ആദ്യമായി ഒരു വിവരം പുറത്തു നൽകുന്നത്. ആ ഒരു വിവരത്തിൽ നിന്നാണ് നമ്മളും ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് പോയത്. അപ്പോഴാണ് ഇത് എത്രത്തോളം വലിയ രീതിയിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ സംഘങ്ങൾ, ഒരു സംഘമല്ല, ഒരു സ്ഥലം കേന്ദ്രീകരിച്ചില്ല, പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്.